അല്ലെങ്കിൽ ഇവർ ഈ ജിം സ്യൂട്ട് ഇട്ട് നടക്കുന്നത് കൊണ്ട് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന് റീച്ച് കൂടുതൽ തന്നെയാണ്. ഞരമ്പന്മാരും അതല്ലാത്തവർക്കും ഇവർ എന്നും ഒരു ഉത്സവമായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഇത് ജനങ്ങൾ, ഇവിടെയുള്ള പെൺകുട്ടികൾ ഭാവിയിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി പ്രചോദനമാവട്ടെ, നടു റോഡുകളിൽ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചരണം ഇട്ടതാണ് എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു വാക്കുകളോട് അത്രയ്ക്ക് യോജിപ്പില്ല. ഇങ്ങനെയുള്ള ജിം സ്യൂട്ട് അത് ഇടേണ്ട സ്ഥലങ്ങളിൽ തന്നെയാണ് ഇടേണ്ടത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പരിപാടിയിൽ ഒരു തരത്തിലുള്ള മെസ്സേജുകളും നമ്മൾ ആഗ്രഹിക്കുന്നൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിക്കുകയും വൃത്തികേടുകൾ കാണിക്കുകയും ചെയ്യുന്ന കോണ്ടസ്റ്റന്റ് തന്നെയാണ് ആ ഒരു പരിപാടിയുടെ നാശം. ബിഗ് ബോസ് സീസൺ 6 എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നവർ ഇത് കാണുന്നതിൽ പകുതി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു ഗബ്രിയും ജാസ്മിനും ഉള്ളതുകൊണ്ട് തന്നെ പരിപാടി കാണാറില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അനാവശ്യമായിട്ട് ജാസ്മിന്റെ അവസ്ഥ നമുക്കറിയാം. ജാസ്മിന്റെ നിരന്തരം ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ അവരെ ഇക്കാക്ക എന്ന് കാക്ക എന്ന കറുപ്പിനോട് ഒന്നിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ ബഹുമാനം കൊണ്ടാണ് ഇക്കാക്ക എന്ന് വിളിക്കുന്നത് എങ്കിൽ അവിടെ വിളിക്കുന്നത് എന്തിനാ, എടാ പോടാ പട്ടി തെണ്ടി എന്ന് വിളിക്കാൻ കൂടിയാണ് ജാസ്മിനെ പോലുള്ള ആളുകളൊക്കെ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശരണ്യയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നെഗറ്റീവ് തന്നെയാണ്. അത് നെഗറ്റീവായി തുടരാനുള്ള കാരണം ഇപ്പൊ അവരുടെ മനോഭാവം പുറത്തു വന്നതുകൊണ്ടാണ്.